ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പരീക്ഷയെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വിദ്യാഭ്യാസം ബുദ്ധിശക്തിക്ക് പകരമാവില്ല. വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തില് നമുക്കെല്ലാവർക്കും ഭയാനകമായ ഒരു കാര്യമാണ് പരീക്ഷ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇപ്പൊ പരീക്ഷ വരുന്നതിന്റെ ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കാണ്. എങ്ങനെ ഞാൻ പരീക്ഷയെ നേരിടും, എനിക്ക് എങ്ങനെ നേരിടാൻ കഴിയും, ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എങ്ങനെ എത്രയും പെട്ടെന്ന് എങ്ങനെ ഞാനത് പഠിച്ചെടുക്കും, എനിക്കൊന്നും ആലോചിച്ചിട്ട് ഒരു എത്തും പൊടിയും കിട്ടുന്നില്ലല്ലോ എന്ന ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ ഓരോന്ന് ടെൻഷൻ അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ എന്നെ വിലയിരുത്തുമോ എന്നുള്ള പേടി മൂലം നമുക്ക് ടെൻഷൻ വരികയാണ് ചെയ്യുന്നത്. നമ്മളുടെ പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കഴിവ് തെളിയിക്കുന്നത് എന്ന് പല ആളുകളും പറയാറുണ്ട്, പല അധ്യാപകരും പറയാറുണ്ട്. പക്ഷെ കഴിവ് പുറത്തെടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ചില കുട്ടികൾക്ക്, ഇപ്പൊ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി നല്ലോണം അവളുടെ ഫ്രണ്ടിന്റെ പോലെ തന്നെ നല്ലോണം പഠിച്ച് എക്സാം എഴുതി, രണ്ടുപേരും ഒരുപോലെ പഠിച്ച് എക്സാം എഴുതി. പക്ഷെ ഫ്രണ്ടിന് ഇവളെക്കാളും കൂടുതൽ നല്ല മാർക്കുണ്ട്. ഇവള് ചിലപ്പോൾ ഫ്രണ്ടിനേക്കാളും കൂടുതൽ ഇവള് എക്സാമിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇവൾക്ക് ഉണ്ടാവും, ഞാൻ നല്ലോണം എക്സാം എഴുതി, എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഇവൾക്ക് ഉണ്ടാവും. പക്ഷെ ഫ്രണ്ടിന് നല്ല മാർക്കും കിട്ടി, ഇവൾക്ക് മാർക്ക് കുറഞ്ഞു പോവുകയും ചെയ്തു. അപ്പൊ ഇവളിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ നല്ലതുപോലെ എഴുതിയതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞത്? എൻ്റെ ഫ്രണ്ടിന് നല്ല മാർക്ക് ഉണ്ട്, എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് എന്ന് ഇങ്ങനെ ചിന്തിച്ചു പോകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പരീക്ഷ എഴുതുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന മാർക്ക് വാങ്ങാൻ കഴിയും, നല്ലതുപോലെ മാർക്ക് വാങ്ങാൻ നമുക്ക് കഴിയും. ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ വിചാരിച്ചത് ആ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യമാണ് നിത്യവും പഠനത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും പഠനത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ എപ്പോഴും പരീക്ഷയെ പറ്റി സംസാരിക്കാതിരിക്കുക. നിങ്ങൾ എന്നും നിങ്ങളെ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ എക്സാമിനെ പറ്റിയിട്ട് സംസാരിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒരു മോഡൽ എക്സാം പോലെ നിങ്ങൾ എഴുതുക. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ, അത് നിങ്ങളെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ, നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താൻ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങളൊരു മോഡൽ എക്സാം പോലെ നടത്താൻ ശ്രമിക്കുക. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. നിങ്ങൾക്ക് പിന്നെ മെയിൻ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് എഴുതാനും നിങ്ങൾക്ക് കഴിയും. നാലാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഉത്തരം എഴുതാൻ കഴിയും എന്ന് ഉറപ്പാവുന്നത് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളെ തലയിൽ നിങ്ങളെ ഓർമ്മശക്തിയിൽ നിൽക്കുന്നുണ്ടോ അതുവരെ നിങ്ങളത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഒരു വട്ടം വായിച്ചത് കൊണ്ടോ ഒരു വട്ടം പഠിച്ചത് കൊണ്ടോ നമുക്ക് ഇപ്പൊ മനസ്സിലാവണമെന്നില്ല. ചില ആളുകൾക്ക് ഒരു വട്ടം പഠിച്ചാൽ ചിലപ്പോൾ നല്ലതുപോലെ മനസ്സിലാവും. പക്ഷെ ചില ആളുകൾക്ക് ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ തുടർന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചില ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം. അതായത് എക്സാം എഴുതുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നെ കൊണ്ട് പറ്റും, എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതുപോലെ ഇതിലുള്ള ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും എനിക്ക് ആൻസർ എഴുതാൻ കഴിയും എന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ തന്നെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കുക. നേരെ മറിച്ച് നെഗറ്റീവായി ചിന്തിച്ചാൽ നിങ്ങൾ എഴുതിയതുപോലെ നിങ്ങൾക്ക് മാർക്ക് ഒരിക്കലും കിട്ടില്ല. പിന്നെയുള്ള അടുത്തൊരു കാര്യമാണ്, എക്സാം ഹാളിൽ പോകുന്ന ടൈമിൽ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. അനുവാദമില്ലാത്ത കാര്യങ്ങൾ എക്സാം ഹാളിൽ ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോകരുത്. പിന്നെയുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ അറിയാം. ആ 10ാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എല്ലാ ആൻസറും നിങ്ങൾക്കറിയാം. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസറും നിങ്ങൾക്കറിയാം. ആ ആൻസർ നിങ്ങൾ എഴുതുന്ന സമയത്ത്
കുറേ കാര്യങ്ങൾ എഴുതി, പക്ഷെ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്താണ് അവിടുത്തെ കണ്ടന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ അവിടെ അത് ആലോചിച്ച് സമയം കളയാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വേഗം അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി കഴിയുമ്പോൾ, അതായത് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുകയാണ്. അപ്പം നിങ്ങളെ ഓർമ്മയിലേക്ക് വരികയാണ്. ആ ഓർമ്മയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യം അവിടെ ഗ്യാപ്പ് വിട്ടിട്ട്, അതായത് ആ പേജ് തന്നെ, അതായത് 10ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് വിട്ട് അവിടെ നിങ്ങൾ ആ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് അത് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യം നടക്കും. 9ാമത്തെ ക്വസ്റ്റ്യനും 10ാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മറന്നു പോയത് കൊണ്ട് നിങ്ങൾ ആ ഗ്യാപ്പ് വിട്ട് അവിടെ നിങ്ങൾക്കത് ഫുള്ള് ഫില്ലാക്കി എഴുതാൻ, ആ ഒരു ലാസ്റ്റത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഫില്ലാക്കാൻ കഴിയും. പിന്നെ 9ാമത്തെ നിങ്ങൾക്ക് പകുതി എത്തിയിട്ട് നിർത്തിയിട്ടാണ് നിങ്ങൾക്ക് അത് ഓർമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഫില്ലാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ സമയം പോകുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക. പിന്നെയുള്ള കാര്യമാണ്, ആവശ്യമല്ലാതെ സമയം കളയരുത്. നമുക്കിപ്പോൾ ടീച്ചർ നമുക്ക് ചോദ്യപേപ്പർ തന്നു, അതിൽ 15 മിനിറ്റാണ് കൂൾ ഓഫ് ടൈം. ആ 15 മിനിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഒരിക്കലും നിങ്ങളിപ്പോൾ തിടുക്കം കാട്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ വായിക്കരുത്. അതായത് ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്, ഇപ്പൊ 2 മണിക്കൂറാണ് എക്സാമിന്റെ സമയം, അതിൽ 15 മിനിറ്റ് കോൾ ഓഫ് ടൈമാണ്. അപ്പൊ നിങ്ങൾ ആ 15 മിനിറ്റ് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ മനസ്സിലാക്കുക. സാവധാനം ടൈം എടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. തിടുക്കത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ക്വസ്റ്റ്യൻസും രണ്ടും മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കഴിയില്ല. അങ്ങനെ ആൻസർ കഴിയാതെ വരുമ്പോൾ, നിങ്ങൾക്ക് അങ്ങനെ ആൻസർ എഴുതാൻ കഴിയാതെ വരുമ്പോൾ അവിടെ ആ ഉത്തരം തെറ്റിപ്പോവുകയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ അതിന് ആൻസർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നോക്കാൻ പോകുന്ന ആളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അതിനനുസരിച്ചിട്ട് അയാൾ മാർക്ക് ഇടുള്ളൂ. അപ്പം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. നല്ലതുപോലെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. പിന്നെയുള്ള കാര്യമാണ്, പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പൊ ഒരു 4ാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അത് 5 മാർക്കിൻ്റെയാണ്, 5 മാർക്കിനാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെ 5 മാർക്കിനാണ് എന്നുള്ളത് വിചാരിച്ചിട്ട് നിങ്ങൾ അതിൽ പറഞ്ഞ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയാണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, എത്ര പേജാണോ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, അതിനനുസരിച്ചിട്ട് ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് 1 പുറം അല്ലെങ്കിൽ 1.5 പുറം എഴുതിയാൽ മതി എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ തന്നെ നിങ്ങൾ ആൻസറിൽ കൃത്യമായ കണ്ടന്റോട് കൂടി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതായത് ഇപ്പൊ ആ 1.5 പുറമാണ് നിങ്ങൾ എഴുതിക്കണമെങ്കിൽ ആ 1.5 പുറം കൃത്യമായ ആൻസർ കണ്ടന്റും കാര്യങ്ങളും അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് 3-4 പേജ് എഴുതി 3-4 പേജ് എഴുതിയിട്ട് കൃത്യമായ കണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 3 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എഴുതിയ മാർക്ക് അവിടെ കിട്ടുന്നില്ല. പേജ് ഇപ്പൊ 4 പേജ് എഴുതിയിട്ട് അവിടെ 4 പേജിനും 5 മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ആ കൃത്യമായ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണോ അത് മാത്രം നിങ്ങൾ എഴുതുക. അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇപ്പൊ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അറിയുന്നത്, അതാണ് പെട്ടെന്ന് നിങ്ങളെ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വേഗം നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക. സമയം കളയാതെ വേഗം എഴുതുക. വെറുതെ ആവശ്യമില്ലാതെ ആലോചിച്ച് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം വന്നത് അത് നിങ്ങൾ ആദ്യം അവിടെ എഴുതി തീർക്കാൻ ശ്രദ്ധിക്കുക. പിന്നുള്ള ഒരു കാര്യമാണ്, ചോദ്യത്തിന് കൃത്യമായ നമ്പർ ഇടാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. പക്ഷെ നമ്മളത് വായിച്ചുകൊണ്ട് നമ്മൾ എഴുതി ആൻസറും കാര്യങ്ങളൊക്കെ എഴുതി, പക്ഷെ നമ്മൾ നമ്പർ ഇടാൻ മറന്നുപോയിട്ട് നമ്മൾ അറിയാതെ 23ാമത്തെ നമ്പറാണ് ഇട്ടത്. നമ്മൾ 23ാമത്തെ നമ്പർ ഇട്ടിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്, പക്ഷെ 23 ആണ് അറിയാതെ ഇട്ടത്. നമ്മൾ നല്ല മാർക്ക് ഉണ്ടാകും അവിടെ. ഇപ്പൊ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്,
നല്ല മാർക്ക് ഉണ്ടാവിടെ, എനിക്ക് 10ൽ 10 മാർക്ക് ആ ഒരു ഇതിൽ കിട്ടും, ആ ക്വസ്റ്റ്യന് കിട്ടും, എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും എനിക്കെന്ന് വിചാരിച്ച് നമ്മൾ എക്സാം ആണെന്ന് ഇറങ്ങിപ്പോരും. പക്ഷെ എക്സാം പേപ്പർ കിട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഗം ഫുള്ള് തെറ്റിട്ടിട്ടുണ്ടാവും. തെറ്റിടുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക, 23ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, അതായത് 22ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ അറിയാതെ 23ാം നമ്പർ ഇട്ടല്ലോ. നമുക്ക് മാത്രമേ അത് അറിയുണ്ടാവുള്ളൂ മാറിപ്പോയത്. പക്ഷെ നോക്കുന്ന ആളുകൾക്ക് അറിയൂല നമ്മൾ എഴുതിയിരിക്കണത് 23ാമത്തെ ഒരു നമ്പർ മാറിയിട്ടിരിക്കണമെന്ന് അവർക്ക് അറിയുണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, അത് ഫുള്ള് തെറ്റിടും. അപ്പൊ കൃത്യമായ നമ്പർ ഇട്ടിട്ട്, ആദ്യം തന്നെ നമ്പർ ഇട്ടിട്ട് വേണം എക്സാം എഴുതാൻ. അടുത്തൊരു കാര്യമാണ് പരീക്ഷാ സമയത്ത് പുതിയ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മളെ മനസ്സിലേക്ക് വന്നു, അതായത് ഇപ്പോൾ ഒരാൾ നമ്മളടുത്ത് സംസാരിക്കുന്ന ടൈമിൽ ആൾ നമ്മളെ സാഡാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ ദിവസം മൊത്തം നമ്മൾ ഡള്ളായിരിക്കണം, അത് നമ്മുടെ പരീക്ഷയെ വരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. പിന്നെയുള്ളൊരു കാര്യമാണ് പരീക്ഷാ ദിവസം പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക. അതായത് മുഴുവൻ കാര്യങ്ങൾ റിവ്യൂ ചെയ്യാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിവ്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു കാര്യമാണ് ഓരോ ചോദ്യത്തിനും അത്യാവശ്യപ്പെടുന്ന ഗൗരവത്തിൽ മാത്രം ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ 2 മണിക്കൂറിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതി തീർക്കാൻ കഴിയും. ലാസ്റ്റ് നിങ്ങൾക്കിപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു, 1.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞു. എക്സാമിന്റെ കൂൾ ഓഫ് ടൈം, അതായത് ക്വസ്റ്റ്യൻസ് വായിക്കേണ്ടത് 15 മിനിറ്റ് ആണ്. അങ്ങനെ 1.25 മണിക്കൂർ നിങ്ങളത് ഫുള്ള് കഴിഞ്ഞു. ലാസ്റ്റത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് വായിച്ച് മനസ്സിലാക്കി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അവിടെയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ 15 മിനിറ്റ്, ലാസ്റ്റ് ഒരു 15 മിനിറ്റ് നിങ്ങൾ വെക്കുക. ആ ലാസ്റ്റ് 15 മിനിറ്റ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടല്ലേ ഇട്ടിട്ടുള്ളത്, അതുപോലെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ എഴുതിയിട്ടില്ലേ, തെറ്റായിട്ടൊന്നും അല്ലല്ലോ എഴുതിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് അത് നിങ്ങൾ എക്സാം ഡ്യൂട്ടിക്ക് വന്ന ടീച്ചേഴ്സിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു റിലാക്സ് ആയിട്ട് എക്സാം എഴുതിയതുപോലെ, നല്ലൊരു സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് എക്സാം എഴുതിയതുപോലെ തോന്നും. വെപ്രാളം പിടിച്ച് ടീച്ചേഴ്സിന് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ, അത് ഞാൻ എഴുതിയത് ഫുള്ള് തെറ്റാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിപ്പോകും. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ലാസ്റ്റ് വെക്കാൻ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് വെക്കണം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റും. പരീക്ഷകളിൽ ഉയർന്ന വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, 10 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു പ്രതിജ്ഞ പോലെയാണ് ഈ കാര്യങ്ങൾ. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ വിജയം ഉണ്ടാകും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യമാണ്, എനിക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എനിക്ക് നല്ല മാർക്ക് ഉണ്ടാകും, ഞാൻ നല്ലതുപോലെ പഠിച്ച് മാർക്ക് വാങ്ങും എന്ന് നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യമാണ്, എനിക്ക് 90% മുകളിൽ മാർക്ക് ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. മൂന്നാമത്തെ കാര്യമാണ്, എനിക്ക് എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ കൃത്യമായിട്ട് എഴുതാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നാലാമത്തെ കാര്യമാണ്, എനിക്ക് പരീക്ഷയെ പറ്റി നല്ലൊരു ആത്മവിശ്വാസമുണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അഞ്ചാമത്തെ കാര്യമാണ്, എനിക്ക് പരീക്ഷ വളരെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. ഞാൻ എഴുതുന്ന പരീക്ഷ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ആറാമത്തെ കാര്യമാണ്, എനിക്ക് നല്ല ഗ്രേഡ് വാങ്ങാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിക്കുക. നല്ലൊരു ഗ്രേഡ് എനിക്ക് വാങ്ങാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഏഴാമത്തെ കാര്യമാണ്, പരീക്ഷയിലെ വിജയം
എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് സഫലമാക്കാൻ കഴിയും എന്ന് നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. 8ാമത്തെ കാര്യമാണ്, എൻ്റെ ലക്ഷ്യങ്ങൾ സഫലമാകുന്നത് എനിക്ക് ഇപ്പോൾ തന്നെ അത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങളെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങളെ മനസ്സിനോട് നിങ്ങൾ എൻ്റെ ലക്ഷ്യങ്ങൾ, അതായത് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ അനുഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നു, ആ ഒരു സന്തോഷം എനിക്ക് ഇപ്പോൾ തന്നെ അത് അറിയാൻ കഴിയുന്നു എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കുക. 9ാമത്തെ കാര്യമാണ്, പരീക്ഷ ഒരു ആനന്ദകരമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ നിങ്ങളെ മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കുക. 10ാമത്തെ കാര്യമാണ്, ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉത്തരങ്ങൾ എല്ലാതും എൻ്റെ ഓർമ്മയിലേക്ക് വരും. എൻ്റെ മനസ്സിലേക്കും എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം, എല്ലാ ഉത്തരങ്ങളും നന്നായി എൻ്റെ ഓർമ്മയിലേക്ക് വരും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ ആത്മവിശ്വാസം ഉള്ളിടത്ത് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അവിടെ വിജയമുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാതെ ഒരു വിശ്വാസവും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതുപോലെ വിജയകരമായിട്ട് കൊണ്ടുകൊടുക്കാൻ കഴിയില്ല. എല്ലാത്തിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. എന്നെ കൊണ്ട് പറ്റും, എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പഠിപ്പിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ലൊരു വിജയം ഉണ്ടാകും. നേരെ മറിച്ച് അതായത് ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്ത് തീർക്കാൻ കഴിയില്ല, ഞാൻ ഇതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല എന്ന് നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ പിന്നെ അവിടെ അത് നോക്കിയിട്ട് കാര്യമല്ല. നിങ്ങൾക്ക് അവിടെ ഒന്നും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് തലയിൽ കയറിയില്ല. നിങ്ങൾ ബുക്ക് തുറക്കുന്നതിന് മുമ്പ് അതൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്കൊരു സന്തോഷത്തോടു കൂടി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. പരീക്ഷ എനിക്ക് ഇഷ്ടമാണ്, പരീക്ഷകൾ എനിക്ക് നല്ല ഇഷ്ടമാണ്, നിങ്ങൾ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങള്, പരീക്ഷ എങ്ങനെ നേരിടാം എന്നുള്ള കാര്യവും, അതുപോലെ എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാം, പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി, ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് കേട്ട് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.